ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മല്ലു മേഡ്ഷൻ. നിങ്ങൾക്ക് സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവുമായിരിക്കും. നല്ല ഒരു അടവണ്ടാരം പനി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ സിക്ക് ലീവിലാണ്. ജോലി തുടങ്ങി മൂന്നാമത്തെ ദിവസം കഴിഞ്ഞപ്പം സിക്ക് ലീവുമായി. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ സിക്ക് ലീവുമായി. അപ്പോൾ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, പ്രാക്സിസ് ഉണ്ട്. അവിടെ പോകണം. അവിടെ പോയിട്ട് നമുക്ക് ഈ പറഞ്ഞ തൊട്ട് നമ്മുടെ ജോലി ചെയ്യുന്നിടത്ത് നമ്മൾ എന്താണ് വരാത്തതെന്നുള്ളതിന് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോകണം. ഡോക്ടറിനെയും കാണണം. കാരണം തൊണ്ടയൊക്കെ പഴുത്ത് പണ്ടാരം തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നലെ മഞ്ഞും വീണു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അങ്ങ് ഇങ്ങോട്ടൊക്കെ മഞ്ഞ് വീണ് കിടക്കുവാണ്. നമ്മൾ ഇവിടുന്നൊരു 15 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ 10 മണിക്ക് ശേഷമാണ് നമുക്ക് അവിടെ പോകാൻ പറ്റുന്നത്. അതിന് മുന്നേ എന്തെങ്കിലും കഴിക്കണം, റെഡി ആവണം. അപ്പോൾ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ റെഡിയായിട്ട് ഒരു 10:15 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. 15 മിനിറ്റല്ലേ ഇവിടെ നടക്കാൻ. റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് ഒന്ന് ജോലിക്ക് പോയേക്കുക. അവൾക്ക് എനിക്ക് ഒരുമിച്ചായിരുന്നു ഷിഫ്റ്റ്. പക്ഷെ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ സിക്ക് ലീവാണ്. ഒറ്റയ്ക്ക് കൂടെ ആയി കഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഇവിടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് കുറേ നെഗറ്റീവ് ചിന്താഗതിയും ഒക്കെ കയറി അങ്ങ് വരും. ഒറ്റപ്പെട്ട് പോകുന്നല്ലോ എന്നുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലോട്ട്. അതിലൊക്കെ ഉപരി നമ്മൾ നാട് മിസ് ചെയ്യും, വീട്ടുകാരെ മിസ് ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ വയ്യാഴികം കൊണ്ട് പറയണ്ട. ഇങ്ങോട്ട് വന്നതിൽ എത്രത്തോളം അഡ്വാൻറ്റേജസ് ഉണ്ടോ അതുപോലെ കിട്ടുന്ന കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതൊക്കെ. പക്ഷേ ലൈഫ് ഈസി അല്ലല്ലോ. നമ്മളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണം. എന്നാലല്ലേ സക്സസ്ഫുൾ ആവത്തുള്ളൂ. എന്നാലേ നമുക്ക് നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാൻ പറ്റൂ. നമ്മൾ ഇറങ്ങിയ സമയം ഏതായാലും കൊള്ളാം ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ചെറുതായിട്ട് സ്നോ വീഴുന്നുണ്ട്. പനി പിടിച്ച് പഴുത്തു ഇരിക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ സ്നോയി. വാവ്, സൂപ്പർ. കുടയെടുത്തില്ല ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് എവിടെയും പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. നാട്ടിലായിരുന്നപ്പോൾ എവിടെ പോയാലും അമ്മയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ച ഒരാളാണ് ഞാൻ. ഞാനാണിപ്പം പനി പിടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കുമ്പോഴും മുത്ത് പിടിച്ച് ഹോസ്പിറ്റലിൽ പോകുന്ന ക്രാങ്കൻഷൈൻ വേണം. അത്യാവശ്യം ആയതുകൊണ്ടാണ് പോകുന്നത് സത്യം പറഞ്ഞാൽ. ഇല്ലെങ്കിൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ലോണം മഞ്ഞ് വീഴുന്നുണ്ട് ഗൈസ് ഇപ്പോൾ. വയ്യേ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്. എല്ലായിടത്തും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്നൊരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് പോകണം. ബസ്സിലാണെങ്കിൽ കുറച്ചും കൂടെ താമസിക്കും ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. പക്ഷേ നമുക്കിങ്ങനെ പനി അതുപോലത്തെ എമർജൻസി സിറ്റുവേഷനൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് പ്രാക്സിസുകളിലോട്ട് പോകാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ക്ലിനിക്കുകളില്ലേ, അങ്ങനത്തെ സെറ്റപ്പാണ്. അവിടെ പോയാൽ മതി. അവിടെ പോകുമ്പോഴും ഈ എമർജൻസി ആയിട്ട് നമുക്ക് എന്ന് വെച്ചാൽ കയറി ചെന്ന് അപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയമാണ് അക്യൂട്ട് പ്രശ്നമുണ്ട്. ആ സമയത്ത് പോകാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് എടുത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ആ ക്ലിനിക്ക് സെർച്ച് ചെയ്തിട്ട് അവിടുത്തെ ടൈമിങ് എങ്ങനെയൊക്കെയാണെന്ന് ശ്രദ്ധിച്ചിട്ട് പോവുക. ഞാനിപ്പോൾ പോകുന്നത് അങ്ങനെ ഒരു പ്രാക്സിസിലോട്ടാണ്. 10:30 എന്നാണ് ഗൂഗിളിൽ കാണിച്ചത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്താ പറയാൻ നോക്കാം. നമ്മളങ്ങനെ നമ്മുടെ പ്രാക്സിസിലെത്തി. നമ്മൾ അവിടെ ചെന്നിട്ട് പറ്റുന്ന കൂട്ട് വീഡിയോ എടുക്കാൻ ഗൈസ്. കാരണം ഇത് അറ്റൻഷൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പറ്റത്തില്ല വീഡിയോ എടുക്കാൻ. പക്ഷെ ഞാൻ ട്രൈ ചെയ്യാം. Guten Tag, ich habe Halsschmerzen, wenn ich etwas schlucke, aber kein Fieber.
Und auch habe ich Ohren- und Kopfschmerzen. Krankenschein ist okay? Ja, Heute und morgen und nein, Samstag? vorgestern auch. Vorgestern? Nein, gestern auch. Gestern und bis Samstag? Ja. Und Sonntag aber nicht. Samstag und Sonntag habe ich Arbeit, aber wenn es geht, kann ich gehen. Also Sonntag würden Sie wieder gehen? Ja. Sie wollen bis Samstag? Ja. Von gestern? Ja, die hatte mich behandelt, da bin ich auch in... Und heute kann ich nicht die Arzt sehen, oder? Was vereislagen musste. Also Da warum? hatte mich dann Warum? mitgenommen, Arzt? aber gut, Erkältung? den Hals Erkältung? aufgenommen, eigentlich war er Kugel? Ja. Und Halstabletten ist ja jetzt nichts Schlimmes, ne? Ja. Schmerztabletten, ein bisschen Und Ibu, ich habe die eigentlich nicht ne? Würde gewusst. ich 3 Tage Krankenschein machen. Ja. Und Ohrenschmerzen? Ja. Seit wann? Nee. Seit 2 Tagen. Also die hat dann zugemacht, ich bin ja dann nicht mehr umgegangen, weil die dann zugemacht hat. Und Ohrenschmerzen schlimm oder geht Schmerzmittel? Ja, ich habe eine Paracetamol genommen. Und ja. Also die gibt es noch mal, die hat dann zugemacht. Die Frau Dr. Aberlein. Das ist nicht der Stempel, ist ja jung. Ich habe einen Impfausweis noch mit. Das ist der Stempel von der Bank. Und ich möchte das auch als eine drucken, ja? Dankeschön. Ich habe nicht geimpft. Und deswegen dachte ich, es ist wieder mal Zeit, dass du wieder mal hingehst. Ja, ja. Und ich habe halt das Glück gehabt, dass ich auch jetzt noch nicht groß jemand gebraucht habe. Ich bin auch ganz früher mal ja beim Dr. Hutschmann gewesen, aber das ist die alten Aktennummern. Und da dann gleich die Liste, das ist so ausgegangen, ja. Dankeschön. Ich wünsche Ihnen einen schönen Tag noch. Dankeschön. Tschüss. ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ് ഇവിടുത്തെയൊക്കെ പ്രാക്ടീസ്. ചെന്നു കാര്യം പറഞ്ഞു നമുക്ക് നമ്മുടെ സാധനം കിട്ടി, വീട്ടിൽ പോവാം. ഞാൻ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ടോയെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എന്തിനാണ്? നമുക്ക് പനിയൊന്നും ഇല്ലല്ലോ, തൊണ്ടവേദനയും ഒക്കെ അല്ലേ ഉള്ളു. അതിൽ എന്തെങ്കിലും ഷ്മേർട്സ്മിറ്റൽ എടുത്താൽ മതി. ഷ്മേർട്സ്മിറ്റൽ ടേ, ഇതാണ് ഇവരുടെ മെയിൻ സാധനം. ഷ്മേർട്സ്മിറ്റൽ എന്തെങ്കിലും എടുത്താൽ മതി, അല്ലാതെ നമുക്ക് തൽക്കാലം ഡോക്ടറിനെ ഇന്നും കാണണ്ടാന്ന്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എഴുതി തന്നു കിട്ടും. കഴിഞ്ഞു, വെറും 10 മിനിറ്റ് കാര്യം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഫ്ലീഗയിൽ വിളിക്കണം. ഫ്ലീഗയിൽ വിളിച്ചിട്ട് ഇതുപോലെ എത്ര നാളത്തേക്കാണ് നമുക്ക് കൺവെൻഷൻ തന്നതെന്ന് പറയണം, വിളിച്ച് അറിയിക്കണം. അപ്പോൾ അതോടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചൂസ്.